പള്ളികളിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കുലർ വരുന്നു. അത് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെയാണ്. ആ സർക്കുലർ മദ്യവിരുദ്ധ ഞായർ ആചരണത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കുലർ വായിച്ചത്. മദ്യശാലകൾക്ക് യഥേഷ്ടം ലൈസൻസ് നൽകി ഈ സർക്കാർ ചരിത്രത്തിൽ ഇടം നേടി എന്നുകൂടി കുറ്റപ്പെടുത്തലുണ്ട്. ലഹരി തടയേണ്ട സംവിധാനങ്ങൾ നിസ്സംഗതയോടെ പ്രഹസന മീറ്റിംഗ് നടത്തി തലയൂരുന്നു എന്നുമാണ് വിമർശനം. വിവരങ്ങളുമായി എസ് രാഗിൻ കൊച്ചിയിൽ നിന്ന്. രാഗിൻ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സർക്കുലറിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മദ്യനയങ്ങൾക്കെതിരെ കാര്യമായ വിമർശനങ്ങൾ മദ്യനയത്തിനെതിരെ ഉയരുന്നുണ്ട്. അതിനോടൊപ്പം ഇഷ്ടം പോലെ യഥേഷ്ടം അനുമതി നൽകിയ സർക്കാർ എന്ന ഒരു പരിഹാസം കൂടി ഉണ്ടല്ലോ ഇത്തവണത്തെ സർക്കുലറിൽ. ശ്രീജ, തീർച്ചയായും സർക്കാരിന്റെ മദ്യനയത്തിനെതിരെയാണ് പള്ളികളിൽ സർക്കുലർ വായിച്ചത്. സിറോ മലബാർ സഭ, മലങ്കര, ലത്തീൻ റീത്തുകളിലെ പള്ളികളിലാണ് പ്രധാനമായിട്ടും ഈ സർക്കുലർ വായിച്ചിരിക്കുന്നത്. KCBC മദ്യവിരുദ്ധ സമിതിയുടേതാണ് സർക്കുലർ. അതിൽ സൂചിപ്പിച്ചതുപോലെ നിലവിലെ സർക്കാർ ഇത്തരത്തിൽ മദ്യശാലകൾക്ക് യഥേഷ്ടം ലൈസൻസ് നൽകി ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നീക്കമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമാണ് നടത്തിയിരിക്കുന്ന തരത്തിലുള്ള ഒരു പരിഹാസ ചുവയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ പറയുന്നത് ഈ നടപടി എടുക്കേണ്ടവർ, മദ്യത്തിനും അല്ലെങ്കിൽ ലഹരിക്കുമൊക്കെ എതിരെ നടപടിയെടുക്കേണ്ട സംവിധാനങ്ങൾ നിസ്സംഗത പാലിക്കുന്നു. അവർ പ്രഹസന മീറ്റിംഗ് നടത്തിക്കൊണ്ട് തലയൂരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലഹരിക്കും അതോടൊപ്പം മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ എതിരെ നിലപാടെടുക്കേണ്ട ഒരു സർക്കാരാണ് വരേണ്ടത് എന്ന ഒരു കാര്യവും ഈ സർക്കുലറിൽ പറയുകയാണ്. മാത്രമല്ല 2016 കേവലം 29 ബാറുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഘട്ടത്തിൽ ഇടത് സർക്കാർ വരുന്ന ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യില്ല, ഈ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യില്ല, ഒരു തുള്ളി മദ്യം പോലും കൂടുതലായി മുന്നോട്ട് അല്ലെങ്കിൽ അനുവദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മദ്യവർജനം എന്നൊരു കാര്യം കൊണ്ടുവന്നു. മദ്യവർജനം വ്യക്തികൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ടത് നടപടികളാണ്, നിരോധനം ഉൾപ്പെടെയുള്ള നടപടികളാണ്. പക്ഷേ അതൊന്നും ഉണ്ടാകുന്നില്ല എന്ന കുറ്റപ്പെടുത്തലാണ് ഈ സർക്കുലറിൽ പ്രധാനമായിട്ടും ഉള്ളത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ 1000-ഓളം ബാറുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു സംസ്ഥാനത്ത് എന്ന ഒരു കാര്യവും ഈ സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ നിലപാട് കടുപ്പിക്കുന്നത്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും വലിയ തലവേദന സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്. നേരത്തെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച ഘട്ടത്തിലും KCBC മദ്യവിരുദ്ധ സമിതി അതിശക്തമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് മദ്യവിരുദ്ധ ന്യായ വായിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ നിലപാട് ക്രൈസ്തവ സഭകൾ കടുപ്പിക്കും എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കുർബാനയ്ക്കിടെ ഇന്ന് സർക്കുലർ വായിക്കുകയാണ് ചെയ്തത്. മദ്യ വിരുദ്ധ നയങ്ങളിൽ സർക്കാരിന് എതിരെ മദ്യനയങ്ങളിലാണ് വലിയ വിമർശനം ഉയരുന്നത്. ലഹരി തടയാനുള്ള സംവിധാനം പ്രഹസനമാണ് എന്നതടക്കമുള്ള ഗുരുതരമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ സഭയും സംവിധാനങ്ങളും മദ്യം ഉൾപ്പെടെയുള്ള മാരക രാസലഹരികൾക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ അതിനെ നിരോധിക്കാനോ നിയന്ത്രിക്കാനോ തടയാനോ അധികാരപ്പെട്ടവർ നിസ്സംഗത പാലിക്കുകയോ യഥേഷ്ടം വ്യാപിപ്പിക്കുവാൻ ഉത്സുകരാകുകയോ ചെയ്യുന്നത് അപകടകരമായ പ്രവണതയാണ്. രണ്ടാം ഇടതു സർക്കാർ അധികാരത്തിലെത്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ സംസ്ഥാനത്താകെ 1000-ലധികം ബാറുകൾ, 1000-ലധികം കൺസ്യൂമർ ഔട്ട്ലെറ്റുകൾ, 4000-ലധികം കള്ളുഷാപ്പുകൾ തുടങ്ങി മദ്യശാലകളുടെ പെരും പ്രളയത്തിലാണ് സംസ്ഥാനം. സഭയും സംവിധാനങ്ങളും മദ്യം